എമ്പുരാൻ സിനിമാ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചു മോഹൻലാൽ. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചത് അണിയറ പ്രവർത്തകർ ഒറ്റക്കെട്ടായി. മോഹൻലാലിന്റെ FB പോസ്റ്റ് പങ്കുവെച്ച് പൃഥ്വിരാജിനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് അമ്മ മല്ലിക സുകുമാരൻ. സിനിമയെ പിന്തുണച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. ഇസ്ലാമിക് ഭീകരവാദത്തെ സിനിമ വെള്ളപൂശുന്നുവെന്ന് RSS മുഖപത്രം ഓർഗനൈസർ. എമ്പുരാന്റെ തിരുത്തിയ പതിപ്പ് നാളെ മുതൽ പ്രദർശിപ്പിക്കും. സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാൾ. പൊന്നാനിയിലും കാപ്പാടും മാസപ്പിറ കണ്ടു. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിനു ശേഷം വിശ്വാസികൾ നാളെ പെരുന്നാൾ ആഘോഷിക്കും. ലഹരി വേരോടെ പിഴുതെറിയുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിനൊപ്പം പൊതുസമൂഹവും ഇടപെടണം. സ്കൂളിൽ അടുത്ത വർഷം സ്കൂബ ഡാൻസ് കൊണ്ടുവരുന്നത് ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി. കൊച്ചിയിൽ 2 ഇടങ്ങളിലായി വൻ ലഹരി വേട്ട. എളമക്കരയിൽ 1/2 കിലോ MDMA-യുമായി യുവാവ് പിടിയിൽ. ആലുവയിൽ 47 ഗ്രാം MDMA-യുമായി 53-കാരൻ കസ്റ്റഡിയിൽ. കൊച്ചിയിൽ 2.7 കോടി രൂപ പിടികൂടിയ സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ. പണം കൊടുത്തുവിട്ടത് കൊച്ചി മാർക്കറ്റ് റോഡിലെ ടെക്സ്റ്റൈൽ ഉടമ രാജ മുഹമ്മദിനെ ചോദ്യം ചെയ്യാൻ പോലീസ്. ആർക്കുവേണ്ടിയാണ് പണം കൊണ്ടുവന്നത് എന്നതിൽ വ്യക്തത വരുത്തും. ഓട്ടോ ഡ്രൈവർക്ക് കേസിൽ പങ്കില്ലെന്ന് പോലീസ്. യാക്കോബായ സഭാധ്യക്ഷനായി മാർ ജോസഫ് കാതോലിക്ക സ്ഥാനമേറ്റു. ചടങ്ങിൽ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരും പാത്രിയാർക്ക പ്രതിനിധികളും. കൊച്ചിയിലെത്തിയ കാതോലിക്കയ്ക്ക് ഊഷ്മള സ്വീകരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് വർധനവിനുള്ള അപേക്ഷ നിരസിച്ച് സർക്കാർ. പുതിയ തസ്തികകളും ഉപകരണങ്ങളും വാങ്ങുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് വാദം. സംസ്ഥാനത്തെ ഒരു മെഡിക്കൽ കോളേജിലും സീറ്റ് വർധന പരിഗണനയിലില്ലെന്നും സർക്കാർ. കോതമംഗലത്തെ സ്വകാര്യ ഡെന്റൽ കോളേജിൽ സീറ്റ് വർധനവിന് അനുമതി. ഒഡീഷയിൽ ട്രെയിൻ പാളം തെറ്റി 1 മരണം, 8 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് കാമാഖ്യ എക്സ്പ്രസിന്റെ 11 ബോഗികൾ. യാത്രക്കാരെ ഭുവനേശ്വറിലെത്തിക്കാൻ പ്രത്യേക ട്രെയിൻ സജ്ജമാക്കി റെയിൽവേ. മലപ്പുറം വണ്ടൂരിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് വീടിന്റെ മതില് തകർന്നു. ഗേറ്റിനടുത്തു നിന്ന കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി നരേന്ദ്രമോദി നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത്. സന്ദർശനം ചരിത്രപരമെന്ന് RSS. രാജ്യത്തെ സേവിക്കാൻ RSS പ്രചോദനമെന്ന് മോദി. മ്യാൻമറിലെ ഭൂചലനത്തിൽ മരണം 1600 കടന്നു. 3500 പേർക്ക് പരിക്ക്. കൂടുതൽ പേർ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് 2 വിമാനങ്ങളും കൂടി മ്യാൻമറിൽ.